Okay, students, we have concluded in the last class. The circuit is completed and the lemon juice will conduct electricity. Even though it is weak current, compass needle is deflected. So, we have concluded that lemon juice is a good conductor of electricity. ഓക്കെ, അടുത്ത ലിക്വിഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഇറ്റ് കണ്ടക്ട് ഓർ നോട്ട്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് പ്യുവർ വാട്ടർ. ദർ ഈസ് നോ ഇംപ്യൂരിറ്റീസ് that is demineralized. Okay, that is a distilled water. So the same procedure we have done with 2 teaspoon full ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ 2 ഫ്രീ എൻസ്, നമ്മൾ ടെസ്റ്ററിൻ്റെ 2 ഫ്രീ എൻസ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിനകത്തേക്ക് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, എപ്പോഴും നമ്മുടെ ഫ്രീ എൻസ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിൽ വെക്കുമ്പം ദർ ഷുഡ് ബി എ ഗ്യാപ്പ്. ഓക്കെ, ഇറ്റ് ഷുഡ് നോട്ട് ടച്ച് ഈച്ച് അതർ. ഒരുപാട് ഡിസ്റ്റൻസ് വേണ്ട, ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഷുഡ് ബി ദർ. അത്രയും ഡിസ്റ്റൻസ് നമ്മൾ വെക്കണം. സോ ഡിസ്റ്റിൽഡ് വാട്ടർ, അതായത് പ്യുവർ വാട്ടറിൽ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തപ്പോൾ വാട്ട് വി അണ്ടർസ്റ്റുഡ്, അവിടെ മാഗ്നറ്റിക് നീഡിൽ അവിടെ ഡിഫ്ലക്ഷൻ കാണിക്കില്ല. ദാറ്റ് മീൻസ് ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് എ പുവർ കണ്ടക്ടർ അല്ലേ. ഹിയർ ദ മാഗ്നറ്റിക് നീഡിൽ ഡസ് നോട്ട് ഷോൺ ദ ഡിഫ്ലക്ഷൻ, ഇസ്ൻ്റ് ഇറ്റ്? ദ സെയിം എക്സ്പെരിമെൻറ്റ് ഈ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് നമ്മൾ ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ സെയിം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. സോ ഓഫ് കോഴ്സ് നമ്മൾ വാട്ടറിലേക്ക് സോൾട്ട് കൂട്ടി നമ്മൾ സോൾട്ട് സൊല്യൂഷനാക്കി മാറ്റി. സോൾട്ട് ഇട്ട് കൊടുത്താൽ സോൾട്ട് സൊല്യൂഷനായി. സെയിം ഡിസ്റ്റിൽഡ് വാട്ടറിനകത്തേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്തപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ ഒരു സോൾട്ട് സൊല്യൂഷനായി. എഗെയിൻ വി ആർ ഡൂയിങ് ദ സെയിം എക്സ്പെരിമെൻറ്റ്. എഗെയിൻ യു ക്യാൻ സീ ദ ഡിഫ്ലക്ഷൻ, റൈറ്റ്? ദ മാഗ്നറ്റിക് നീഡിൽ അവിടെ ഡിഫ്ലക്റ്റ് ചെയ്തു. That is the compass needle shows deflection. That means നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ അല്ലേ, if the salt solution is a good conductor. If there is a salt is present in a distilled water, it will conduct. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്റ്റിൽഡ് വാട്ടർ ആയ പുവർ വാട്ടറിലേക്കൊന്നും സോൾട്ടൊന്നുമില്ല. നമ്മൾ സോൾട്ട് എക്സ്ട്രാ ആഡ് ചെയ്തപ്പോൾ അത് സോൾട്ട് സൊല്യൂഷനായിട്ട് മാറിയപ്പോൾ അവിടെ ഗുഡ് കണ്ടക്ടറായിട്ട് മാറി. ഓക്കെ, സെയിം ലൈക്ക് യു ക്യാൻ സീ ദ സീ വാട്ടർ ഓൾസോ. സീ വാട്ടറിൽ ഓൾറെഡി എന്തുണ്ട്? സീ വാട്ടർ അങ്ങനെ തന്നെയാണ്. അതേപോലെ കിണറ്റിലെ വെള്ളം, വെൽ വാട്ടർ, ദാറ്റ് ഈസ്. അതേപോലെ പോണ്ട് വാട്ടർ, ടാപ്പ് വാട്ടർ അല്ലേ, ഹാൻഡ് വാട്ടർ. ഇതിലെ ഈ പൈപ്പിലൊക്കെ ടാപ്പ് വാട്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ്? എല്ലാത്തിലും എമൗണ്ട് ഓഫ് സോൾട്ട്, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ്? അതൊക്കെ കണ്ടക്ട് ചെയ്യും. ദേ ആർ ഓൾ ഗുഡ് കണ്ടക്ടേഴ്സ്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ മേ ബി ആസ്ക്, വിൽ ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ടാപ്പ് വാട്ടർ, പോണ്ട് വാട്ടർ എക്സെട്ര വിൽ ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചാൽ യു ക്യാൻ സേ ദാറ്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് മിനറൽ സോൾട്ട് ഈസ് നാച്ചുറലി പ്രസൻറ്റ് ഇൻ ഓൾ ദീസ് വാട്ടേഴ്സ്, സോ ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ എന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓർ നാച്ചുറലി പ്രസൻറ്റ് ഇറ്റ്, ആ പ്രസൻസ് ഓഫ് സാൾട്ടാണ് അവിടെ ഇതിനെയൊക്കെ കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഫ്രീ സോൾട്ട് ഇല്ലാത്തത് കൊണ്ട് കണ്ടക്ട് ചെയ്യില്ല. ആൻഡ് ഇഫ് എ പുവർ കണ്ടക്ടർ. ക്ലിയർ? നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒന്നും വെറ്റ് ഹാൻഡ്സ് വെച്ചിട്ട് നമ്മൾ തൊടാൻ പാടില്ല പറയും. വൈ വി ആർ സജസ്റ്റിംഗ് ദാറ്റ്? ബിക്കോസ് യു വിൽ ഗെറ്റ് ഷോക്ക്. ബിക്കോസ് ദെയർ വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. സ്മോൾ എമൗണ്ട് ഓഫ് മിനറൽ സോൾട്ട് പ്രസൻറ്റ് നാച്ചുറലി ഇൻ വാട്ടർ. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, സോ സാധാരണ വാട്ടറിൽ മിനറൽ സോൾട്ട് ഉണ്ട്, ബട്ട് കോമൺ സോൾട്ട് ആണ് ആഡ് ചെയ്യുന്നത്. എക്സ്ട്രാ സോൾട്ട് നമ്മൾ പിഞ്ച് ആഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഡിസ്റ്റിൽഡ് വാട്ടറിലെ സോൾട്ട് ഡിസോൾവ് ചെയ്തപ്പോൾ അവിടെ കണ്ടക്ട് ചെയ്തു. സോ നമ്മൾ അതുപോലെ തന്നെ ഡിസ്റ്റിൽഡ് വാട്ടറിനെ കണ്ടക്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? ഓക്കെ, സോൾട്ടിന് പുറമേ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്താൽ അത് കണ്ടക്ട് ചെയ്യും? ലെറ്റ്സ് ചെക്ക് ദ എക്സ്പെരിമെൻറ്റ്. 3 എന്താണ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് യു ഹാവ് ടു ടേക്ക്. A, B and C. ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ഒരു 2 ടീസ്പൂൺ നമ്മൾ ഒഴിച്ച് വയ്ക്കുക. ഫസ്റ്റ് ക്യാപ്പിൽ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് യു ക്യാൻ ആഡ് ഇൻ ദ ഫസ്റ്റ് ക്യാപ്പ്. ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ലെമൺ ജ്യൂസിലും ആസിഡ് ഉണ്ട്, അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡിലും എന്തുണ്ട്? ആസിഡ് ഉണ്ട് അല്ലേ. ലെമൺ ജ്യൂസിൽ സിട്രിക് ആസിഡാണ്, അതിലെന്തുണ്ട്? അയോൺസ് ഉണ്ട്. നമ്മൾ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ലെമൺ ജ്യൂസിൻ്റെ ആസിഡിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റിക് സോഡയാണ്, ബേസാണ്. കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, സ്ട്രോങ് ബേസ്. ഓക്കെ, വി ആർ ആഡിങ് ടു ദ സെക്കൻഡ് ടെസ്റ്റ് സൊല്യൂഷൻ.
ഓക്കെ, ബേസ് ഫസ്റ്റത്തേൽ നമ്മൾ ആസിഡ് ആഡ് ചെയ്തു, സെക്കൻഡ് കേസിൽ നമ്മൾ ബേസ് ആഡ് ചെയ്തു, മൂന്നാമത്തേതിലോ തേർഡ് വണ്ണിലേക്ക് വി ആർ ആഡിങ് ടു ഷുഗർ. സോൾട്ട് അല്ല, ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിൽ ഓരോന്നിലും സെയിം എക്സ്പെരിമെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഈ ടെസ്റ്റർ വെച്ചിട്ട് ഫ്രീ എൻസ് അതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഓരോന്നിലും ഡിപ്പ് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്യുമോ ഇല്ലയോ നോക്കി. സോ ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും യു ക്യാൻ സീ ഈ മാഗ്നറ്റിക് നീഡിൽ or the compost needle get deflection. First case and second case you can see the compost needle deflected. In the case of first solution that was acid, in the case of second solution that was base. So എന്താ നമുക്ക് മനസ്സിലായത്? Acidic solution or basic solution, if it is present, it is a good conductor of electricity ആണ് അല്ലേ. തേർഡ് ക്യാപ്പിൽ നമ്മൾ എന്താ ആഡ് ചെയ്തത്? ഡിസ്റ്റിൽഡ് വാട്ടർ കൂടി ഷുഗറാണ് ആഡ് ചെയ്തത്. അതൊരു ഷുഗർ സൊല്യൂഷനായി അവിടെ എന്താണ് മാഗ്നറ്റിക് നീഡിൽ അവിടെ ഡിഫ്ലക്ഷൻ കാണിച്ചില്ല. ഓക്കെ, കാണിച്ചില്ല മീൻസ് വാട്ട്സ് ഇറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സോ നമുക്ക് മനസ്സിലായി ഷുഗർ സൊല്യൂഷൻ ഈസ് എ പുവർ കണ്ടക്ടർ. സോ ഈ എക്സ്പെരിമെൻറ്റ് തന്നെ നമ്മൾ എന്താ കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഏതൊക്കെ തരം ലിക്വിഡ്സ് ആണ് അല്ലേ? വാട്ട് ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ദാറ്റ് ഈസ് ലിക്വിഡ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആൻഡ് സോൾട്ട്സ് ദാറ്റ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ലിക്വിഡിലെ സോൾട്ടോ ലിക്വിഡിലെ ബേസോ ആസിഡോ പ്രസൻ്റ് ആണെങ്കിൽ ആ ലിക്വിഡ് അവിടെ കണ്ടക്ട് ചെയ്യും. ഇറ്റ് ബിക്കംസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ക്ലിയർ? ഒരു ലിക്വിഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതിൻ്റെങ്കിലും പ്രസൻസ് അതിലുണ്ടാവും. ഓക്കെ, ഈ ലിക്വിഡ് കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇത് മൂന്നും അതിലില്ല. അതിന് പകരം എന്തായിരിക്കും? ഷുഗർ സൊല്യൂഷൻ കണ്ടക്ട് ചെയ്യോ? ഇല്ല. നമ്മൾ മനസ്സിലാക്കി ഇറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സോ ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ. ഓക്കെ. And students, we have done this activity in the previous classes, right? And the next question, air is a poor conductor. We often say that air is a poor conductor. Why we say that air is a poor conductor? Okay, is there any condition? Okay, at the time of thunder and lightning, you can see that. At the time of thunder and lightning, you can see that if you wait outside or if you stand outside, you will get shock. Right? So why you are getting shock? Why you are getting shock? In certain condition, air become a good conductor. Right? At certain condition, air becomes a good conductor. So that time you will get shock. Okay, but every times it's not happens. Under certain conditions, most of the materials can conduct. That is why we cannot classify them as good conductors and insulators. That is why we cannot say that this object is a insulator. You cannot say like that. Okay, in certain conditions most of the materials can conduct electricity. Chemical effects of electric current. നമ്മൾ ഓൾറെഡി കറണ്ടിൻ്റെ ഇഫക്ട്സ് ആയ കറണ്ടിൻ്റെ ഹീറ്റിംഗ് ഇഫക്ട്സ്, മാഗ്നറ്റിക് ഇഫക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുമ്പം അത് ഹീറ്റ് ആകുമ്പം അത് ഹീറ്റിംഗ് ഇഫക്റ്റാണ്. അത് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ഫിലമെൻറ്റ് ബൾബ് ബ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പം മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ടായിട്ട് നമ്മുടെ ഇലക്ട്രിക് ബെല്ല്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇഫക്ട്സ് ആണ് കെമിക്കൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ കെമിക്കൽ ഇഫക്ട്സ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഓക്കെ, അതായത് നമ്മൾ ഹീറ്റിംഗ് ഇഫക്ട്സിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫിലമെൻറ്റ്, ബൾബ്, അയൺ ബോക്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അത് ചൂടാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ കാരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സോ ഈ കെമിക്കൽ ഇഫക്ട്സിനെ യൂസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്? സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. കെമിക്കൽ ഇഫക്റ്റ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് റീകളക്ട് ചെയ്യണം അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ച് ഇൻ 7th സ്റ്റാൻഡേർഡ്. സപ്പോസ് ഇഫ് യു ടേക്ക് എ പേപ്പർ ആൻഡ് ടിയർ ഇറ്റ് ഈസ് എ വിച്ച് ടൈപ്പ് ഓഫ് ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ച്. അതിൻ്റെ ഫിസിക്കലായിട്ട് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. അതേസമയം ആ പേപ്പറിനെ നമ്മൾ ബേൺ ചെയ്യിപ്പിച്ചാൽ അതവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ആയിട്ട് മാറി. അതായത് അവിടെ ആഷസ് ആൻഡ് സ്മോക്സ് പ്രൊഡ്യൂസ് ചെയ്തു, ന്യൂ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ്, ചാരം പ്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് അതിൻ്റെ സ്മോക്ക് കാണാൻ പറ്റും. എ ന്യൂ സബ്സ്റ്റൻസ് ഇസ് ഫോംഡ്, റൈറ്റ്? സോ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ചസ് അല്ലേ? ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ന്യൂ സബ്സ്റ്റൻസ്. In case of chemical change, a change in which one or more new substances are formed അല്ലേ?
അതുപോലെ തന്നെ പേപ്പറിന് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു. ബേണിംഗ് എല്ലാം തന്നെ എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. അവിടെ ന്യൂ സബ്സ്റ്റൻസ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാസ് എങ്കിലും ഇവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഒന്നോ അതിൽ കൂടുതലോ ന്യൂ സബ്സ്റ്റൻസ് അതിലുണ്ടാവാം. സോ ബേണിംഗ് ഓഫ് മഗ്നീഷ്യം റിബൺ നമുക്ക് പറയാം അതിലുണ്ട്. അതുപോലെയുള്ള ആഷസും ഗ്യാസസും. അതുപോലെ റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് ഓഫ് അയണിൽ റസ്റ്റ് എന്താണ്? റസ്റ്റ് അയൺ ഓക്സൈഡ് ആണ്. അതൊരു പുതിയ സബ്സ്റ്റൻസ് ആണ്. അയൺ ഓക്സൈഡ് ആണ് അല്ലേ? സോ ഇറ്റ് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ്. സോ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. യെസ്. സോ കെമിക്കൽ ഇഫക്ട്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം. ദ സെയിം ആക്ടിവിറ്റി. ഈ ചാപ്റ്ററിൽ നമ്മൾ മൊത്തം ലിക്വിഡ്സിൻ്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ലിക്വിഡ്സിൻ്റെ കണ്ടക്ടിവിറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സെയിം വാട്ടർ ലിക്വിഡ് തന്നെ എടുക്കുകയാണ്. നമ്മൾ ലിക്വിഡിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നത് എങ്ങനെയാണ്? ആസിഡോ സാൾട്ടോ ബേസോ ഒക്കെ ആഡ് ചെയ്താൽ കണ്ടക്ടിവിറ്റി കൂട്ടും നമ്മൾ പഠിച്ചു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓർ ടീസ്പൂൺ ഓഫ് സാൾട്ട് ആഡ് ചെയ്യാം. സോ ദാറ്റ് ആ വാട്ടർ എന്താണ്? നല്ല കണ്ടക്ടിവിറ്റി ആയി അല്ലേ? ടു ദിസ് വാട്ടർ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ സർക്യൂട്ട്, ഈ ബാറ്ററി നമ്മൾ ഇമേഴ്സ് ചെയ്യാൻ പോവാണ്. ഈ 2 ഫ്രീ എൻഡ്സിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കാർബൺ റോഡ്സ് ആണ്. അതായത് നമ്മുടെ സെല്ലുണ്ടാവില്ല, നമ്മുടെ ബാറ്ററി സെല്ല്. ആ സെല്ലിൻ്റെ ഉള്ളിലത്തെ ആ സംഭവം, ആ മെറ്റൽ, അതാണ് കാർബൺ റോഡ്. അതിനെയാണ് നമ്മൾ കാർബൺ റോഡ്സ് എന്ന് പറയുന്നത്. ഈ ബാറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഈ ഫ്രീ എൻഡ്സ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്തെങ്കിലും കണ്ടക്ടറിനെ, ഇപ്പോൾ ഇതൊരു മെറ്റലാണ് അല്ലേ? അപ്പോൾ ഇവിടെ കാർബൺ റോഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിന് പകരമായിട്ട് നമുക്ക് അയൺ നെയിൽസ് വെക്കാം. 2 ആണി എടുത്ത് വെച്ചാലും മതി. അതൊക്കെ വെച്ചാൽ നമുക്ക് കാർബൺ ഫ്രീ എൻഡ്സിനെ കണക്ട് ചെയ്യുമ്പം അതിനെ നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് വിളിക്കുക. വാട്ട് ഈസ് ഇലക്ട്രോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ത്രൂ വിച്ച് ആൻ ഇലക്ട്രിക് കറണ്ട് ക്യാൻ ഫ്ലോ. കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കണ്ടക്ടർ അവിടെ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ ഒരു കണ്ടക്ടർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ കാർബൺ റോഡ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ 2 അയൺ നെയിൽസും യൂസ് ചെയ്യാം. സോ ഈ പോസിറ്റീവ് ടെർമിനൽസ് ഓഫ് ദി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത ഇലക്ട്രോഡ്സിനെ നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയും. അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയും. സോ പോസിറ്റീവ് ഇലക്ട്രോഡ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് ദ ഇലക്ട്രോഡ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ഇലക്ട്രോഡ് ഇസ് ദ കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഓക്കെ, നമ്മൾ ഈ സർക്യൂട്ടിനെ ഇനി എന്ത് ചെയ്തു? നമ്മൾ ഈ സർക്യൂട്ടിനെ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, അതിൻ്റെ മെറ്റൽ ക്യാപ്പ് ഉണ്ടല്ലോ, മേലത്തെ ഭാഗം കോപ്പർ വയറിനെ നമ്മൾ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സർക്യൂട്ടിൻ്റെ വയേഴ്സിനെ കൊണ്ട് നമ്മൾ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മേലത്തെ പാട്ട് നമ്മൾ മെറ്റൽ ക്യാപ്പ് എന്ന് പറയാം. ഈ മെറ്റൽ ക്യാപ്പ് മുങ്ങിപ്പോകരുത്, അത് മേലെ ആയിരിക്കണം. ഓക്കെ, സെറ്റപ്പ് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ എന്താ സംഭവിക്കുക? ഓഫ് കോഴ്സ് അവിടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. അവിടെ കണ്ടക്ടിവിറ്റി ആയി. അവിടെ നമ്മൾ കണ്ടക്റ്റിംഗ് ലിക്വിഡിലേക്കാണ് നമ്മൾ ഇലക്ട്രോഡ് ഇറക്കി വെച്ചിരിക്കുന്നത്. അവിടെ കണ്ടക്ഷൻ നടന്നു, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ആ വാട്ടറിൽ ഗ്യാസ് ബബിൾസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇതിനൊരു കെമിക്കൽ ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്തൂടെ? ഇവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ്, ഒരു പുതിയ ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ കെമിക്കൽ ചേഞ്ചിനെ കുറിച്ച് മുന്നേ പറഞ്ഞത്. ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. സോ ഇവിടെ നമുക്ക് ഗ്യാസ് ബബിൾസിനെ കാണാനായിട്ട് പറ്റും. സോ നമ്മൾ ഒരു ഇലക്ട്രിക് കറണ്ടിനെ ഒരു കണ്ടക്റ്റിംഗ് ലിക്വിഡിലേക്ക് പാസ് ചെയ്യിപ്പിച്ചാൽ, ഇപ്പം ചെയ്ത പോലെ തന്നെ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് ലിക്വിഡ് കൂടി പാസ് ചെയ്ത്, ഒരു കണ്ടക്റ്റിംഗ് ലിക്വിഡ് ആയതുകൊണ്ട് പാസ് ചെയ്യിക്കുമ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റിയത്? അവിടെ ഒരു ഗ്യാസ് ബബിൾസ് ഫോം ചെയ്തിട്ടില്ല പോന്നു. ഓക്കെ, അവിടെ എന്തോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ കെമിക്കൽ ഇഫക്റ്റ്. ഇപ്പം കണ്ട എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഗ്യാസ് ബബിൾസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ? സോ കെമിക്കൽ റിയാക്ഷൻസ് ഈ ഗ്യാസ് ബബിൾസ് ആയിട്ട് മാത്രമല്ല കാണാൻ പറ്റുന്നത്, പല റിയാക്ഷൻസിലും കാണാൻ പറ്റും. അത് നമുക്ക് ടെസ്റ്റിൽ 2-3 റിയാക്ഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റിയാക്ഷൻസ് മാറി വരുന്നത് നമ്മൾ എടുത്ത് വരുന്ന ഇലക്ട്രോഡും സൊല്യൂഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ നമ്മൾ വാട്ടറും അതിൽ കുറച്ച് സാൾട്ട് ഇട്ടിട്ടുള്ളൂ. നമ്മൾ മെറ്റലുള്ള സൊല്യൂഷൻ എടുക്കും, കോപ്പർ സൾഫേറ്റ് പോലെയുള്ള കളർ സൊല്യൂഷൻ എടുക്കും, അത് അങ്ങനെയുള്ള ഇപ്പോഴുള്ള ടൈപ്പ് എടുക്കാം. അതിൻ്റെ ഡിഫറൻസ് അത് കാണിക്കും. ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻസ് അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. ചില കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ആ സൊല്യൂഷൻ എടുത്ത സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് വരും ഇതേപോലെ. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിയുമ്പോൾ സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവും. സോ അതിനൊരു എക്സാമ്പിളായിട്ട് ബൂജോ ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റി
നമ്മുടെ കണ്ടക്റ്റിംഗ് ലിക്വിഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ടെസ്റ്റർ അറിയാലോ, നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ടെസ്റ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിലൊക്കെ ഈ ലിക്വിഡ് അല്ലാണ്ട്, കണ്ടക്റ്റിംഗ് ലിക്വിഡ് അല്ലാണ്ട് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും വെച്ചിട്ട് കണ്ടക്ട് ചെയ്യുമോ എന്നുള്ളത് ബൂജോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് മുറിച്ചിട്ട് അതിൽ ടെസ്റ്ററിൻ്റെ ഫ്രീ എൻഡ്സ് പ്രസ് ചെയ്ത് വെച്ചു. ആഫ്റ്റർ സം ടൈംസ് നോക്കിയപ്പോൾ എന്താ കണ്ടത്, അവിടെ ഒരു കളർ ചേഞ്ച്. ദാറ്റ് കളർ ചേഞ്ച് കണ്ടത് പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്ത വയറിലാണ്. അവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലാണ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. എ ഗ്രീനിഷ് ബ്ലൂ സ്പോട്ടാണ് അവിടെ കണ്ടിട്ടുള്ളത്. സോ ഇതിന് എന്ത് മനസ്സിലാക്കാൻ പറ്റി, ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കളർ ചേഞ്ച് വന്നത്. അതൊരു കെമിക്കൽ ഇഫക്ട്സ് ആണ്. അതുപോലെ പല സൊല്യൂഷൻസും എടുക്കുമ്പം ഇലക്ട്രോണിക്സ് ഡിപ്പ് ചെയ്ത് വെക്കുമ്പം നമുക്ക് എന്താണ്, പല തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് കാണാനായിട്ട് പറ്റും. അതിലൊന്നാണ് ബൂജോ ഇപ്പോൾ ചെയ്ത എക്സ്പെരിമെൻറ്റ്. അതിലൊന്നാണ് എന്ത്, ചേഞ്ച് ഓഫ് കളർ ഇൻ സൊല്യൂഷൻ. സോ ദാറ്റ് ഈസ് ഓൾസോ എ കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇവിടെ നമ്മൾ ഈ പൊട്ടറ്റോ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റിൽ നോക്കിയപ്പോൾ അവിടെ ഗ്രീനിഷ് ബ്ലൂ സ്പോട്ട് വന്നത് ആ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്ത ആ ഫ്രീ എൻഡിലാണ്. സോ അവിടെ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലായിട്ട് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. എന്തെങ്കിലും കാരണവശാൽ അറിയാതെ പോയി, ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലൈക്ക് ഈ പൊട്ടറ്റോ എക്സ്പെരിമെൻറ്റിൽ ഈ സ്പോട്ട് വന്നല്ലോ, ഗ്രീനിഷ് ബ്ലൂ ആയിട്ടുള്ള സ്പോട്ട് വന്നല്ലോ. അപ്പോൾ അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗമാണ് എന്ത്, ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ അല്ലേ. ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി, നമുക്ക് ബാറ്ററിയുടെ ടെർമിനൽ ഏതാണെന്നും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റി. മേ ബി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇവിടെ പൊട്ടറ്റോൻ്റെ കേസാണ് എടുത്തിട്ടുള്ളത്. എക്സാമിന് വേറെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് തന്നിട്ട് അവിടെ ഒരു സ്പോട്ട് കണ്ടു, അതിൻ്റെ ടെർമിനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ? പോസിറ്റീവ് ടെർമിനലാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലാണ് സ്പോട്ട് വന്നത്. അതുകൊണ്ടാണ് അവിടെ കളർ വന്നിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് നോക്കിയപ്പോൾ വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു, അവിടെ ഗ്യാസ് ബബിൾസ് കണ്ടു. ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ആക്ച്വലി ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ, ഈ ഇലക്ട്രോഡ്സിനെ നമ്മൾ അതിലേക്ക് വാട്ടറിലോട്ട് ഇറക്കി വെച്ച് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി നടക്കുന്നത്, വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, H2O ആണ്. അവിടെ ഏതൊക്കെ ഗ്യാസസ് ആയിരിക്കും ഫോം ചെയ്യുക? ഓഫ് കോഴ്സ് ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. ആക്ച്വലി വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും ഈ H2Oയിൽ നിന്ന് സ്പ്ലിറ്റ് ആവുക ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുക എന്ന് പറയും. ദാറ്റ് ഈസ് വാട്ടർ ഗെറ്റ്സ് ഡിസോസിയേറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസസ്. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്, ഈ ഓക്സിജനും ഹൈഡ്രജനും ഏതേത് ഇലക്ട്രോഡ്സിലാണ് ഫോം ചെയ്തിട്ടുള്ളതാണ്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡിലായിരിക്കും, നോട്ട് ദ പോയിന്റ്. അതുപോലെ ഓക്സിജൻ ബബിൾസ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? പോസിറ്റീവ് സൈഡിലായിരിക്കും. അതായത് എങ്ങനെയാണ്, നമ്മുടെ പോസിറ്റീവ് ടെർമിനലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡിനെയാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയാം. സോ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഞാനൊരു ടിപ്പ് പറയാം. H2O എന്ന് പറയുന്നത് H2ന് പ്ലസ് സൈൻ ആയിരിക്കും, രണ്ടാമത് വരുന്ന ആൾക്ക് മൈനസ് സൈൻ ആയിരിക്കും. ഇത് പൊതുവേ എന്താണ്, നമ്മുടെ കോമ്പൗണ്ടായിട്ട്, ഇത് അയോണിക് കോമ്പൗണ്ടാണ്. അതിലെ ഫസ്റ്റ് വൺ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, രണ്ടാമത്തെ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഇത് ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിട്ട് മാറും. ഇത് H+ഉം O- ആയിട്ട് മാറും. രണ്ടും ഫ്രീ അയോൺ ആയിട്ട് മാറും, സെപ്പറേറ്റ് ആയിട്ട് മാറും. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. നമ്മുടെ മാഗ്നറ്റിൻ്റെ കേസാണെങ്കിലും അൺലൈക്ക് ആയിട്ടുള്ള പോൾസാണ് നമ്മളത് അട്രാക്റ്റ് ചെയ്യും, സെയിം പോൾസ് റിപ്പൽ ചെയ്യും. സോ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ആൾ ചെല്ലും, നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ചെല്ലും. ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾ ഓക്സിജൻ ആയതുകൊണ്ട് പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് പോവും. ഓക്കെ, നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് ആര് പോവും? പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ പോകും. സോ അപ്പോൾ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. സോ ഇറ്റ് ഇസ് എ ഷുവർ ക്വസ്റ്റ്യൻ, തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക. സോ എന്താണ് കെമിക്കൽ ഇഫക്റ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, എ പാസേജ് ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ കണ്ടക്റ്റിംഗ് സൊല്യൂഷൻ കോസസ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ. കണ്ടക്റ്റിംഗ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ലിക്വിഡിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ചില കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നു. ക്ലിയർ അല്ലേ? ഇനി എന്തെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക? കെമിക്കൽ ഇഫക്ട്സ് സച്ച് ആസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഐദർ ഗ്യാസ് ബബിൾസ് മേ ബി ഫോംഡ് ഓൺ ദ ഇലക്ട്രോഡ്, ഓർ നമ്മൾ എന്ത് കണ്ടു? ചേഞ്ചസ് ഓഫ് കളർ ഓഫ് സൊല്യൂഷൻ മേ ഒക്കർ. ടീച്ചർ കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ എക്സ്പെരിമെൻ്റ് ആണ്.
ഇനി നമ്മൾ ഡെപ്പോസിറ്റ്സ് ഓഫ് മെറ്റൽസ് മേ ബി സീൻ ഓൺ ഇലക്ട്രോഡ്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇലക്ട്രോഡ്സിലേക്ക് വേറെ ഏതെങ്കിലും മെറ്റൽസ് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അതിൻ്റെ മേലെ. ഓക്കെ, അന്നേരവും കെമിക്കൽ ഇഫക്റ്റ് തന്നെയാണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. Okay students, this is a notes. Okay, this you have to write it. Okay, നോട്ട്സ് ഇതിൻ്റെ കൂടെ തന്നെ എഴുതിയെടുക്കുക. ഇനി സെപ്പറേറ്റ് PDF ആയിട്ട് തരുന്നില്ല. യു ഹാവ് ടു കോപ്പി ദിസ് നോട്ട്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതിയെടുക്കുക നോട്ടിലേക്ക്. ഇതുപോലെ തന്നെ പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോന്നും എഴുതിയെടുത്തതിന് ശേഷം അടുത്തത് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പം കെമിക്കൽ ഇഫക്ട്സ് എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് എഴുതുമ്പോൾ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ മിസ് ചെയ്യാതെ നോട്ട്സ് എഴുതിയെടുക്കുക. വി വിൽ കണ്ടിന്യൂ ദ ലെസൺ ടുമാറോ. താങ്ക് യു.